ഫുൾ ജോബാണ്. അപ്പൊ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് ഇപ്പൊ സ്മാർട്ട് മൂവ്സ് അല്ലെങ്കിൽ ലിവോറ മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ഥാപനം 2-3 ബിസിനസ്സുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിലൂടെ എൻ്റെ എന്താ പറയാ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് അല്ല ഞാൻ ഉദ്ദേശിക്കണത്, എൻ്റെ ബിസിനസ് ലൈഫിനെ ഷോ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കും എന്നോട് വിരോധം തോന്നരുത്. കണ്ട, ഇതുപോലെയുള്ള ഹാപ്പിനെസ്സോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രാർത്ഥനയോട് കൂടെ തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാറ്. അത് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്, അതായത് സങ്കീർത്തനം 121, അതിൽ ഒരു 8 വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യം എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവാണ് എന്നെ സംബന്ധിച്ച്. നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നും ഞാൻ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രത്യേക കോൺഫിഡൻസാണ് ആ സംഭവം നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എന്നും ജോലിക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാനത് വായിച്ചിട്ടാണ് ഇറങ്ങാറ്. സോ ഇന്ന് നമ്മുടെ BMW ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. ഈ വാഹനം വളരെ പക്ക മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയായിട്ട് ഇപ്പോൾ വൈഫും മോളും ഉണ്ട്. അവളെ സ്കൂളിൽ വിടണം. സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ കെയറിലോട്ട് അവളെ വിട്ടിട്ട് നമ്മുടെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് നമ്മൾ നടത്തുന്നത് 2-3 ബിസിനസ്സുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുകളെല്ലാം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കൊണ്ട് നടക്കണം. കാരണം ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴാണല്ലോ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. സ്ട്രഗിൾസ് ഉണ്ട്, നല്ല പോലെ ഉണ്ട്. നമുക്ക് ചില മാസങ്ങളിലൊക്കെ ഫണ്ടില്ലാണ്ട് ടൈറ്റ് വരുന്ന കാര്യങ്ങളും, ചില മാസങ്ങളിൽ വളരെ സുലഭമായിട്ടുള്ള പ്രോഫിറ്റ് വരുന്ന കാലഘട്ടങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലെ ഓരോ ഭാഗങ്ങളാണ് ബിസിനസ്സിൻ്റെ. അപ്പോൾ ബിസിനസ്സിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ലൈഫിൽ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനിടുന്ന വീഡിയോസൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും, ഒരു ഡേയിൽ നടക്കുന്ന കാര്യമാണ് ഞാനിടുന്നത്. അപ്പോൾ എൻ്റെ ഷെഡ്യൂളുകൾ, അതായത് വർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇടാൻ പോണേ. അപ്പോൾ ഈ BMനെ അപേക്ഷിച്ചിടത്തോളം 2011 മോഡൽ വാഹനമാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ക്ലിയർ മെയിൻ്റെനൻസ് ഉള്ള വണ്ടി. അതായത് ലാസ്റ്റ് ഒരു 2 ഇയറിനുള്ളിൽ അറൗണ്ട് ഒരു 2 to 3 ലാക്കോളം വണ്ടിയിൽ ഫുൾ പണി കഴിച്ച് കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് സെയിലിൽ വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 8 lakh ബിലോ ആണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. പക്ഷേ നിങ്ങളുടെ ആരെങ്കിലും, കാരണം എനിക്കൊരു യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂസ്ഡ് കാറിൻ്റെ ബിസിനസ്സും പ്ലസ് ഈ പറഞ്ഞ പോലെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. പ്ലസ് നമ്മളൊരു സ്റ്റുഡിയോ ആണ് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലിവോറ എന്നാണ് അതിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരാണ് നാം താമസിക്കണത്. അപ്പോൾ തൃശ്ശൂരിൽ അയ്യന്തോൾ എന്ന് പറയുന്ന, അതായത് ഡിസ്ട്രിക്ട് കോർട്ടൊക്കെ ഉള്ള ലൊക്കേഷനാണ് അയ്യന്തോൾ. അവിടെയാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ, അതായത് രാവിലെ എല്ലാ ദിവസവും ഏകദേശം ഒരു 6 മാസം തൊട്ട് 1 കൊല്ലമായിട്ടുള്ള എൻ്റെ കൃത്യമായിട്ടുള്ള ശീലമാണ് രാവിലെ 9 മണിക്ക് തന്നെ ഓഫീസിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു കാര്യം. അത് നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 9, അതായത് എല്ലാ സ്റ്റാഫുകളും എത്തുന്നതിന് മുന്നേ നമ്മളവിടെ എത്തുക. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു എനർജി, മോട്ടിവേഷനും ഉണ്ട്, നമ്മൾ നേരത്തോടെ ഓഫീസിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഡെയിലി നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഓഫീസിലെത്തുന്നു, അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ വലിയ സ്പെൻഡ് ചെയ്ത് വലിയൊരു ആഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ വലിയ എക്സ്പെൻസ്, അതായത് ഒരു 1 lakh 2 lakh ചെയ്യാൻ മാത്രം സൈസായിട്ടില്ല നമ്മുടെ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു പോലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറിയമോളെ ഡേ കെയറിലാക്കേണ്ട നേരമായി നമ്മുടെ. അപ്പോൾ അവിടെ എത്തി. നമ്മുടെ ഓഫീസ് അയ്യന്തോളം ഓഫീസിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് അവളെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവളെ അവിടെ ചേർത്തത്, അതായത് അവളിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നാളെ LKG UKG ഒക്കെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അവൾക്ക് രാവിലെ എണീറ്റിട്ട് ഡ്രസ്സ് മാറി ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നതിൽ വലിയ മടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ആളെ തന്നെ രാവിലെ ഞങ്ങളൊരു 8:45 ഒക്കെ ആകുമ്പോൾ അവിടെ ആക്കിയിട്ട് വൈഫ് വീണ്ടും ഞാനും കൂടെ ഞങ്ങൾ സ്മാർട്ട് മൂവ്സിൻ്റെ ഓഫീസിലേക്കാണ് ഫസ്റ്റ് ചെല്ലുക. അത് അയ്യന്തോളാണ് വരുന്നത്. അങ്ങനെ വണ്ടി നമ്മളെടുത്തു. നേരെ പോകുന്നത് നമ്മുടെ ഓഫീസിലേക്കാണ്. അപ്പോൾ ഓഫീസിൽ പോയതിന് ശേഷം
അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിഷ്യബിൾ ആവണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡേ എങ്ങനെ കറക്റ്റ് ചാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ഫുൾ കാര്യങ്ങൾ ഞാനിതിൽ ഇടുന്നുണ്ട്. എൻ്റെ എല്ലാ ദിവസത്തെയും പറ്റാവുന്ന മാക്സിമം ദിവസത്തെയും സ്പെഷ്യലായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഞാനിതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം, ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഉപകാരപ്പെട്ടേക്കാം. ഞാനൊരു കാരണവശാലും വലിയ ബിസിനസ്മാൻ ആയിട്ടല്ല, പക്ഷെ എന്നാലും എൻ്റെ ഗ്രോത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവരും കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അറ്റത്തുനിന്ന് നടന്നു വരുന്ന നമ്മുടെ നായകനാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ പാർട്ട്ണർ മിസ്റ്റർ അഭിഷേക്. സോ വളരെ ഹാപ്പിയാണ് മോർണിംഗിൽ, കാരണം ഞങ്ങൾ ആ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. അതിൽ തന്നെ അത്യാവശ്യം എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്മാർട്ട് മൂവ്സിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ സ്മാർട്ട് മൂവ്സിൻ്റെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, job.smartmoves എന്നിട്ട് കയറി നിങ്ങൾ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ നമ്മളെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ആവുന്നു. അബി അവിടെ ലാപ്പ് എടുത്തിട്ട് അവൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഇവള് വീഡിയോസുകൾ, അതായത് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വീഡിയോസുകളാണ് വൈഫ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10:30 ആകുമ്പോഴേക്കും അന്നത്തെ ദിവസത്തെ ഫുൾ വീഡിയോസുകളുടെ ഷൂട്ട് നമുക്ക് തീർക്കണം. അപ്പം പിന്നെ അബിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അൾട്രാ പ്രോ എഡിറ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ ആൾക്കറിയാം. ലിവോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ് ഇൻ ഓറ. നിങ്ങളിലേക്ക് നിങ്ങളുടെ തലയ്ക്ക് മേലെ നിങ്ങളുടെ ബ്രാൻഡിന്റെ മുകളിൽ ഈ മറ്റേ ഈ സെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, വിശുദ്ധന്മാരുടെ ഒക്കെ തലയെ കാണുന്ന സംഭവത്തിനാണല്ലോ ഓറ. തേജസ് ഓജസ് എന്നൊക്കെ പറയും. എന്താണ് ഓജസിന്റെ ഇംഗ്ലീഷ് അറിയില്ല. അപ്പോ അതാണ് കാര്യം. അപ്പൊ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ അപ്പോൾ ബ്രാൻഡ് നെയിം ഇതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എൻ്റെ എന്താ പറയുക ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ബിസിനസ് ലൈഫിനെ ഷോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പാണ് ഈ പറയുന്ന ലിവോറ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏറ്റവും ക്വാളിറ്റിയിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ നമുക്ക് ഞാൻ കാണിച്ച പോലെ സ്മാർട്ട് മൂവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ബിസിനസ്സും നമുക്കുണ്ട്. സോ ദാറ്റ് നമ്മുടെ പേജ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കച്ചവടത്തിന് പോണതും ഞങ്ങളുടേതായിട്ടുള്ള ഷൂട്ടിന് പോണതും ഞങ്ങളുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദാറ്റ് നമ്മുടെ ഓഫീസിലെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വീഡിയോ ഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓരോരോ സ്റ്റാഫുകളായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ ജൂലിയാനത് മീറ്റിങ്ങിൽ വിളിക്കുന്നതാണ്. കാരണം 10:30 വരെ അന്നത്തെ ദിവസത്തെ ഷൂട്ടാണ്. അപ്പോൾ അറ്റൻഡൻസ് രീതിയിൽ, അറ്റൻഡൻസ് എന്ന് പറയുന്നത് സെൽഫി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് മൂവ്സിൽ. അപ്പോൾ പുള്ളി സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില തിക്കും തിരക്കുകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ വർക്കുകൾ, ഷൂട്ടിനില്ലാത്തവർ അവരുടെ ജോലി ചെയ്യും, ഷൂട്ട് ചെയ്യുന്നവർ അവിടെ രാവിലെ 10:30 വരെ വീഡിയോ ഷൂട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഇത് ഭയങ്കര രസമാണ്. രാവിലെ ഒരു 1 മണിക്കൂർ നേരം എന്ന് പറയുന്നത് അവിടെ മൊത്തം അബിയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഹാൻഡിൽ ചെയ്യാറ്. ഞാൻ തന്നെയാണ് എടുക്കാറ്. അത് അബി വന്നിട്ടുള്ളത് കൊണ്ട് അവനെ കൊണ്ടും നമ്മൾ ഷൂട്ട് ചെയ്യണത് മാത്രം. അപ്പോൾ ഇത് അവൾ ഇങ്ങനെ പറഞ്ഞു തരും, നമ്മളതനുസരിച്ച് ആക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പോൾ ജൂലി അവിടെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു ഇൻ്റർവ്യൂസിങ്ങനാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഷൂട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ ആക്ടിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. യെസ്, അപ്പോൾ അത് സ്റ്റാർട്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ആക്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അപ്പം തന്നെ ഓപ്പോസിറ്റുള്ള ഒരു വക്കീലിൻ്റെ അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞങ്ങൾ നമ്മുടെ ലിവോറ മീഡിയയുടെ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷൂട്ടാണ് നടക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് ബ്രാൻഡിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര അത്യാവശ്യമുള്ളതാണ്. എന്നും വീഡിയോ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഒരു സമയം നമ്മുടെ ഓഫീസിൽ നമ്മൾ മാറ്റി വയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ 4 ആൾ അറിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കാരണം നാളേക്കുള്ള കാര്യം കൂടെ ഇന്ന് ചെയ്തു വെക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബിസിനസ്സിന് ഡൗൺഫോൾ വന്നു കഴിഞ്ഞാൽ നമ്മത് എവിടെ പോയി പറയും എന്നുള്ളത് വലിയൊരു ചോദ്യമായിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ ഓൺ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ്. സോ ഈ ഷൂട്ട് ഒരുവിധം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാർട്ട് മൂവ്സിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് ഗെയിംസാണ്. അപ്പോൾ ഞങ്ങൾ
അടിച്ച് പൊളി ടൈമാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ്. കുറേ നേരം അവിടെ ലുഡോ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അതായത് 1 മണിക്ക് ഞങ്ങൾ ലഞ്ച് ടൈം കഴിഞ്ഞാൽ 1:20 കഴിഞ്ഞാൽ 1:20 തൊട്ട് 2 മണി വരെ ലുഡോ കളിച്ചിരിക്കലാണ് എല്ലാവരുടെയും പരിപാടി. പിന്നെ 2 മണിക്ക് നമ്മൾ വർക്കിന് കയറില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ്ഡ് ആയി പോയി ഉച്ച കഴിഞ്ഞിട്ട് ജോലിയും പുറക്കും വരും. അപ്പോൾ അതിനും ഭേദം ഒരു ഗെയിം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു വൈബ്രൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ രസം. ജയിക്കാൻ പോട്ടാ, ആർക്കും എന്നോട് വിരോധം തോന്നരുത്. കണ്ട, ഇതുപോലുള്ള ഹാപ്പിനെസ്സോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉച്ചക്ക് ലഞ്ച് ടൈം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വർക്കിന് കയറും. അബിയെ, അതായത് ഇപ്പോൾ നമ്മൾ പോണത് BM ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. കാരണം എന്താണെങ്കിൽ സാധനം ഒന്ന് വണ്ടി ഇത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി സെയിലിനുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പരിപാടി എന്ന് പറയണത് രാവിലെ ഓഫീസിലത്തെ എല്ലാവരും അറൗണ്ട് ഒരു 9-9:30 ആയിട്ട് എത്തും. ഇത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ഫുൾ ജോബാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ കാണാൻ പോണത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ, അതായത് ഇപ്പോൾ സ്മാർട്ട് മൂവ്സ് അല്ലെങ്കിൽ ലിവോറ മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു സ്ഥാപനം. അങ്ങനെ ഈ സ്ഥാപനങ്ങളുടെയും പ്ലസ് ഞങ്ങളുടെ യൂസ്ഡ് കാർ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ലൈവായിട്ട് കൊണ്ടു കിടക്കുന്ന കാറായിരിക്കും നമ്മൾ സെയിൽസിന് ഉണ്ടാവുക. അപ്പോൾ ഈ വണ്ടി കൊണ്ടു കിടക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വിശ്വസിക്കാം. കാരണം നമ്മളൊരു ദിവസത്തിൽ കുറച്ച് കിലോമീറ്റർ വണ്ടി ഓടിക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഇത് ഓടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ വണ്ടി വാങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ഉച്ചത്തിൽ ലഞ്ച് ടൈം കഴിഞ്ഞു. പിന്നെ നേരത്തെ ആ ഗെയിം കളിക്കുന്ന വീഡിയോ കാണിച്ചതല്ലോ, ആ ഗെയിമുകൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ചെക്കപ്പ് ചെയ്യാണ്ട് വണ്ടി ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചാളെ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ നമ്മുടെ യൂസ്ഡ് കാറിൻ്റെ പരിപാടി പോകണം. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടുത്തെ ജനതാ ഗാരേജ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ഓൾറെഡി പള്ളി കഴിഞ്ഞാലുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ കയറ്റിയിട്ടാണ് നമ്മുടെ മിക്ക വണ്ടികളും നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറ്. ഇവിടെ കയറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. സോ വർക്ക്ഷോപ്പിൽ കയറി ഇതാ നമ്മുടെ BM പവർഫുൾ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഒരുവിധം എല്ലാ യൂസ്ഡ് കാറിൻ്റെ വാഹനങ്ങളുടെയും മെയിൻ്റെനൻസ് വർക്ക് കുറേയൊക്കെ, കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഇത് കണ്ടോ, വോൾക്സ് വാഗൻ്റെ വണ്ടി എടുക്കണണ്ട, പഴയ ഗോൾഫാണ് കിടക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ തന്നെ ചേറ്റുപുഴയുള്ള ജയ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെയാണ്. അവനെ പരിചയപ്പെടണമെന്നുണ്ട്. കാരണം ആൾ ഭയങ്കര കാർ എന്തൂസിയാസിസ്റ്റാണ്. ഒരുപാട് വീഡിയോസുകൾ ഞാൻ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്, ഒക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ BM ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നിന്നതാണ്. പക്ഷേ അവിടെ വർക്ക്ഷോപ്പിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്തു, പിന്നെ ഒരു ദിവസം നാളെ ആക്കാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ആളെ കണ്ടതിൻ്റെ സന്തോഷം. അപ്പോൾ നമ്മൾ കുറേ നാളെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ സോ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോൺ കാർസ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയിൽ അവർ ഡെലിവറി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ടീമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഒരു 3 ജാസ് ഉണ്ട്. ആ ജാസിൻ്റെ വീഡിയോസാണ് നമുക്ക് അപ്പോൾ കിട്ടിയത്. 3 വരിയായിട്ട് ഇടുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും അതൊക്കെ അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലാൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ കാറുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോസുകൾ ഇവിടെ നിന്നാണ് എടുക്കാൻ പോകണം. അതായത് ഹൊറിസോൺ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിന്ന് വീഡിയോസ് ചെയ്യണത്. ഇവിടെ നമുക്ക് 3 ജാസിൻ്റെയാണ് കിട്ടിയിട്ടുള്ളത്. ജാസ് അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെഡും വൈറ്റും, ഡീസൽ മാനുവൽ ആ ഒരു കോഫി ബ്രൗൺ കളറുള്ള വണ്ടി. ഈ 3 വണ്ടിയാണ് നമ്മുടെ BM കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വീഡിയോസ് ഇട്ടിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കാണിക്കും. ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഇൻസ്റ്റ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. ദെൻ നമ്മൾ അടുത്ത തൊട്ടടുത്ത് തന്നെ ബ്ലൂ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിലേക്ക് പോയി. പക്ഷേ ഇന്നത്തെ വളരെ സന്തോഷകരമായ കാര്യം എന്താണെന്നറിയോ, ഈ ബ്ലൂ വേവ് എന്ന് പറയുന്നത് ഫുൾ പ്രീമിയം അൾട്രാ പ്രീമിയം കാറുകളുടെ ഷോറൂമാണ്. ഞങ്ങളുടെ ലിവോറയുടെ ചെറിയൊരു മോഡൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു. അതായത് ഞങ്ങൾ എത്ര ചെയ്യാന്നുള്ളത്. അങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിരിഞ്ഞത്. പക്ഷേ ഈ ഷോറൂമിൽ ഉണ്ടായ സന്തോഷ വാർത്ത സസ്പെൻസാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. താങ്ക്